ഇന്നത്തെ പോലെ വേഗം ഉണ്ടാവില്ല. നന്നായിട്ട് ചെയ്ത് കുറച്ച് സമയം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വേഗം വരിക. അതൊക്കെ ചെയ്യുന്നത് മുഖത്ത് വെള്ളത്തിലേക്ക് ആദ്യം കുറച്ചുകൂടി കുറയ്ക്കാം. മുഖത്ത് വെള്ളം വേണ്ട, കണ്ണിനൊക്കെ ചെയ്തിട്ട് ചൂട് കൊടുക്കുന്ന ലൈറ്റും കൂടിയാണ്. അപ്പോൾ മുഖത്ത് വെള്ളമില്ലാത്ത രീതിയിലാണ് മുഖം വരുന്നത്. അപ്പോൾ മുഖത്ത് വെള്ളത്തിലേക്ക് തുടയ്ക്കണം. തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് 1 കേട്ട് കഴിഞ്ഞാൽ കൈ നന്നായിട്ട് പൊള്ളുന്ന പോലെ ചൂടാക്കും. അതായത് ചെയ്യണ്ട അത് നോക്കണം. അപ്പോൾ നന്നായിട്ട് അമർത്തി വേണ്ടി ചൂടാക്കണം. നമ്മൾ പെട്ടെന്ന് സെക്കൻഡ് വരും. അതായത് സെക്കൻഡ് പറയുന്നത് കൈ ചൂടായി വേണം. അപ്പൊ അതിന്റെ രീതിയിൽ ഒരു അമർത്തി വെക്കണം. സെക്കൻഡ് പറഞ്ഞാൽ നേരെ ഈ കത്തിനെ ചൂട് കൊടുക്കണം. അപ്പൊ അത് കൈകളുടെ ഭാഗം കൺപോളയുടെ മേലെ, അതായത് കൺപോളയുടെ മേലെ കൈകളുടെ ഭാഗം കിട്ടിയ കൊടുക്കുന്നത് കൈയിറക്കുമ്പോൾ കവിളിനെ ടച്ച് ചെയ്യാതെ, കവിള് താഴേക്ക് പോകുന്ന രീതിയിലല്ല കൈയിറക്കേണ്ടത്. കവിള് തൊടാതെ കൈയിറക്കണം. കൈയിറക്കി കഴിഞ്ഞാൽ സെന്റർ വരണം. കൈ നടുവരല് കണ്ണിന്റെ മൂക്കിന്റെ ഏറ്റവും ജോയിന്റ് ഭാഗം, പീളൻകുഴി ഭാഗത്ത് താഴേക്ക് മേലില്ല. മൂക്കിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ്. ആ ഫ്രെയിമിലാണ് ചെയ്യാം. ഒരിക്കലും മൂക്ക് ഒന്നിച്ചല്ല, മൂക്ക് ഒന്നിച്ച് ചെയ്യലല്ല. ഈ വിരലിന്റെ തലപ്പ് ഭാഗം കൊണ്ട് മുകൾ ഭാഗത്ത് ഒരു മസാജ്, ഒരു മസാജാണ്. ഒരു അമർത്തി ചെയ്യുന്ന നീട്ടം ചെയ്യും. മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാലാമത്തെ കൈ കിട്ടും. കൈ കിട്ടുന്ന സമയത്ത് 3 വിരലോട് കണ്ണിന്റെ മുകളിൽ ഒരു തലോടലാണ് അമർത്തലത്. നേരെ ഒരു സിമ്പിളായിട്ട് തലോടല്. അപ്പൊ ഈ തലോടുന്ന സമയത്ത് പുരികത്ത് പേര് നമ്മൾ ഉണ്ടാകാറുണ്ട്. മുകളിലത്തെ വിരല് പുരികത്ത് പേരും ആ രീതിയിൽ നമ്മൾ തലോടി കഴിഞ്ഞാൽ കൈ നേരെ സൈഡിലേക്ക് എടുക്കും. കൈ സൈഡിലേക്ക് എടുക്കുമ്പോൾ പുരികത്തിന്റെ മുകളിലുള്ള വിരല് നന്നായിട്ട് പ്രസ് ചെയ്ത് നേരെ ചെയ്യും. കുറച്ചൊരു കൺഫ്യൂഷൻ വരും. കുറച്ച് ദിവസം ചെയ്തിട്ട് തന്നെ ശരിയാക്കാനുള്ളതാണ്. അതേമാതിരി വീഡിയോസ് കാണാം.